ന്യൂസിലേക്ക് സ്വാഗതം. 2008 എബനേസർ ഫുട്ബോൾ സ്പോർട്സ് ചർച്ച ബോർഡിലെ പ്രധാന വാർത്തകൾ. കഴിഞ്ഞ വർഷം ചർച്ചിലെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടി. ആട്ടിടയനല്ല ആടുകളാണ് പ്രസവിക്കേണ്ടതെന്ന പാസ്റ്ററുടെ പ്രസ്താവനയെ മാനിച്ച് ജോർജ് ആൻഡ് സിലിക്കും മോണി ആൻഡ് ലിൻസിക്കും ഫിന്നി ആൻഡ് ഡോണയ്ക്കും ഓരോ പെൺകുഞ്ഞുങ്ങൾ തുടർന്നു. ഇനിയും പല ദമ്പതിമാർക്കും ഈ ഭാഗ്യം കൈവരിക്കാനുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രവർത്തിക്കാം. കഴിഞ്ഞ വർഷം ചർച്ചിൽ നിന്നും വിവാഹം കഴിച്ചവരുടെ എണ്ണം 2 ആണ്. പ്രിയ ബെന്നി ഇവിടെ നിന്നും 7 കടലുകൾ താണ്ടിയാണ് തന്റെ സഹധർമ്മിയെ കണ്ടെത്തിയത്. എന്നാൽ സിസ്റ്റർ ലിൻസി ഇവിടെ നിന്നും വെറും 850 മൈൽ ദൂരത്തു നിന്നാണ് തന്റെ പ്രിയതമനെ കണ്ടെത്തിയത്. വിവാഹശേഷം പ്രിയ ലിൻസി ന്യൂയോർക്കിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് താമസം മാറ്റി. സഭയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നവർ 2 പേരാണ്. പ്രിയ ബെന്നിയും പ്രിയ സിബിയും അവരുടെ സഹധർമ്മികൾക്കായി കാത്തിരിക്കുന്നു. സഭയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും ഒരു ഇടവേള. കഴിഞ്ഞ വർഷം ചർച്ചിൽ നിന്നും ധീരതയ്ക്കുള്ള അവാർഡ് ബ്രദർ ആൽബർട്ട് കുര്യൻ കരസ്ഥമാക്കി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനാണ് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത്. എൽമോണ്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി ശ്രീ ബൈജു. ബൈജു കേൾക്കാമോ? ബൈജു ഇച്ചിരി ബേസ് കൂടി, ഇച്ചിരി ശകലം ബേസ്. ബൈജു കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു ഷാജി. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സത്യത്തിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? Well, I was studying one day in my room, and then all of a sudden, out of nowhere, when you got a Mexican, he just came up into my room. He came to the back door of my house. അവർ എത്ര പേരുണ്ടായിരുന്നു? 100 of them, and then he was driving, and then the other one, he came, to my house. അതിനുശേഷം ആൽബർട്ട് എന്ത് ചെയ്തു? Well, I was scared a little bit, but I told him, I said, be powerful. That's what I said. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യം തരണം ചെയ്യാൻ ആൽബർട്ടിന് എങ്ങനെ ധൈര്യമുണ്ടായി? Well, I read the Bible daily, so I understand the scripture. I thought to myself at that moment, be strong, be courageous, like God, he told Joshua. And then that's where he got my strength, so that's what I told him. Thank you, Albert. Thank you. ENN ന്യൂസിന് വേണ്ടി എൽമോണ്ടിൽ നിന്ന് ബൈജു. Back to the studio. താങ്ക് യു ബൈജു. 2008 അമേരിക്കയിലെ സാമ്പത്തിക മാന്യതയിലും ദൈവം സഭയിലെ വിശ്വാസികളെ അനുഗ്രഹിച്ച് പലർക്ക് പുതിയ ജോലികളും പലർക്ക് പുതിയ ബിസിനസ്സും പലർക്ക് ശമ്പള വർധനവും ലഭിക്കുവാനിടയായി. ഇനിയും ഒരു ഇടവേള. ഇനിയും അല്പം ഹാസ്യം. ഒരു ശനിയാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ പ്രിയ ആൽബർട്ടിന്റെ ഷൂസ് കാണാനില്ല. പ്രാർത്ഥന കഴിഞ്ഞ് സ്വവസതിയിലേക്ക് പോകാൻ ഭാവിക്കുകയാണ് തന്റെ ഷൂസ് കാണാനില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയത്. അതേ തുടർന്ന് അദ്ദേഹം പല കഷ്ടങ്ങളും അനുഭവിച്ചു. സൺഡേ ആരാധനയ്ക്ക് വന്നതും വളരെ കഷ്ടപ്പെട്ടാണ്. ഓരോ നിമിഷം അദ്ദേഹം ആരാധനയ്ക്ക് വന്നതും സ്കൂളിൽ പോയ ദൃശ്യങ്ങളും. ഇനിയും ഷൂസ് പോയതിനെ പറ്റിയുള്ള ദൃശ്യം ഒരു ഹാസ്യ രൂപത്തിൽ അല്പനിമിഷം നമുക്ക് ശ്രദ്ധിക്കാം.
visiting the staff showrooms പ്രാർത്ഥന കുടിക്കാൻ എന്താ ഇതുണ്ട് ചായ ആണോ ചൂടുവെള്ളം വന്നു എന്താണ് കുടിക്കാൻ ചായ കുഴപ്പമില്ല ഞങ്ങളോടുള്ള സ്നേഹിത പരവതാന്തോന്നി ഇന്ന് രാത്രി സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഭർത്താവ് ഞങ്ങളെ ചുരുക്കം വേർതായിട്ട് ഭർത്താവ് ഞങ്ങൾ സംഘയെ കൂട്ടിവരുത്തിയതിന്റെ കൃപയ്ക്ക് അതിനെ ശ്രദ്ധിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ഇന്ന് ഇവിടെ നടക്കുന്ന മീറ്റിംഗിനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും പിതാവ് സ്തോത്രം സ്തോത്രം വന്നവർക്കുള്ള ഇരട്ടി അനുഗ്രഹങ്ങൾ പ്രാവശ്യപ്പെടുന്നു മടങ്ങിപ്പോകാൻ കർത്താവ് ഇടയാക്കുമാറാണമേ ഞങ്ങളുടെ പുത്രന്റെ നാമത്തെ താഴ്മയായി അപേക്ഷിക്കുന്നു ദൈവം കേൾക്കുമാറാണമേ ആമേൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഈ സമയം നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന ഗസ്റ്റ് പാസ്റ്റർ റാന്നി പൊന്നമ്പലയിൽ കടന്നു വന്ന ദേവദാസൻ നമ്മളോട് അല്പസമയം ദൈവവചനത്തെയും സംസാരിക്കുന്നതായിരിക്കും. പാസ്റ്റർ ഒരു 10 മിനിറ്റ് ഉണ്ട്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. പാസ്റ്ററെ, ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാസ്റ്റർ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ്. പ്രൈസ് ദ ലോർഡ്. ദൈവനാമമായിട്ട് പെരുമാറാകട്ടെ. താങ്ക് ഗോഡ് ഫോർ ഗിവിംഗ് us this opportunity ഇന്ന് രാത്രികാലം ഇങ്ങനെയൊരു സാവകാശം ഒരുക്കി തന്ന ദൈവത്തിന് സ്തോത്രം. to gather this house tonight. ഈ ഭവനത്തിൽ കൂടി വരുവാൻ ദൈവത്തിനായ ദൈവത്തിന് മഹത്വം. For this night, ഇന്ന് രാത്രികാലം for the meditation, അല്പസമയത്തെ ചിന്തയ്ക്കായി let us turn the Bible to Jonah 3:16. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. For God so loved the world, for God so loved the world. പാസ്റ്ററെ, എന്താ അത്? പലചരക്കുകളിലെ പാഠ്യപുസ്തകം പോലെ ഇരിക്കുന്നത്. ഇത് ഇന്നത്തെ ഭാഷണ സ്മോൾ ബൈബിൾ. പാസ്റ്ററെ, ഈ ബൈബിൾ കൊണ്ടൊന്ന് അറന്നാല് സ്വർഗത്തിൽ പോകാൻ വിചാരിക്കണ്ട കേട്ടോ. ഞാൻ 4 വർഷമായിട്ട് ഈ വലിയ ബൈബിളും കൊണ്ട് നടക്കുക. എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഡൗട്ടാ സ്വർഗത്തിൽ പോകാൻ ഒക്കുമോ ഇല്ലെന്ന്. പിന്നെ ഈ ചെറിയ ബൈബിളും കൊണ്ട് ഭാഷ നടന്നാല് എങ്ങനെ സ്വർഗത്തിൽ പോകാനാ? ഇവിടെ കടന്നു വന്ന വിശ്വാസികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വർഗം കാണണമെങ്കിൽ ഈ പോലെ വലിയ ബൈബിള് കൊണ്ട് നടക്കുക. All the believers, if you want to see the heaven, hallelujah, you have to bring the big Bible. Praise God. ബൈബിള് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഗതിയാണ്. Bible is important Sunday.